ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് റീസൺസ് ഫോർ ദി സ്ലോ ഗ്രോത്ത് ഓഫ് വുമൺ എൻ്റർപ്രണർഷിപ്പ് ഇൻ കേരള. വുമൺ എൻ്റർപ്രണർഷിപ്പ് എന്താണെന്ന് ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനോ എംപ്ലോയി പാർട്ടിസിപ്പേഷനോ 51%നേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അത് വുമൺ എൻ്റർപ്രണർഷിപ്പ് ആണെന്നാണ് ഇന്ത്യ ഗവൺമെൻറ് ഡെഫിനേഷൻ. എന്നാൽ കേരള ഗവൺമെൻറ് ആ 51% എന്നുള്ളത് എത്രയാണ്? 80% ആണ്. ഇനി കേരളത്തിൻ്റെ പോലൊരു രാജ്യത്ത് വുമൺ എൻ്റർപ്രണർഷിപ്പ് സ്ലോ ഗ്രോത്ത് ആണ്. നമുക്കെന്നറിയാം, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ നിലവിലുള്ളതിൽ സ്ത്രീകൾ മാത്രം നടത്തുന്ന സംരംഭങ്ങൾ എത്രയുണ്ട്, പുരുഷന്മാർ നടത്തുന്ന സംരംഭങ്ങൾ എത്രയുണ്ട് നമുക്കറിയാം. കുടുംബശ്രീ അങ്ങനെയുള്ള ചില മേഖലകളിൽ നിന്നുള്ള വളർച്ചയുടെ ഭാഗമായിട്ടൊക്കെ കുറേ സ്ത്രീ സംരംഭങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. എങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ്? കുറേ റീസൺസ് നമുക്കറിയാം അല്ലേ? ഒന്നാമത്തെ, അൺഫേവറബിൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഒരു പുരുഷൻ ജോലിക്ക് പോവുകയാണെങ്കിൽ ആ പുരുഷന് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ചെറിയ മക്കൾ, പ്രായമായവർ, വീട്ടിലെ ഭക്ഷണ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ ഇതൊന്നും നോക്കാതെ ജോലിക്ക് പോകാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതെല്ലാം അവളുടെ ജീവിതചര്യകളുടെ അല്ലെങ്കിൽ ദിനചര്യകളുടെ ഒരു ഭാഗമാണ്. ചിന്തിച്ച് നോക്കി, നമ്മൾ വീട്ടിലെ അച്ഛൻ പോകുന്നതും അമ്മ ജോലിക്ക് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പം അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എല്ലാവരും വീടുകളിൽ സ്ത്രീകൾ ജോലിക്ക് പോവാൻ ഒരു താല്പര്യം ചില വീടുകളിൽ ഉണ്ടാവില്ല. ഭർത്താക്കന്മാർ അധ്വാനിച്ച് കൊണ്ടുവരുന്നത് വെച്ചുണ്ടാക്കി കൊടുത്താൽ മതി, മക്കളെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അച്ഛനമ്മേനെ നോക്കിയാൽ മതി എന്ന് പറയുന്ന ചിന്താഗതിയുള്ള ആൾക്കാരും ധാരാളമുണ്ട്. അപ്പം അതിനെയാണ് അൺഫേവറബിൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ലാക്ക് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ. സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ബിസിനസ് എഡ്യൂക്കേഷൻ പുരുഷന്മാരെ പോലെ കുറവാണ്. ഒരു ബിസിനസ് സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ടു പോകാം, എങ്ങനെ തുടർന്നു കൊണ്ടുപോകാം, എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളതൊക്കെ അതൊരു കാരണമാണ്. ഡ്യുവൽ റോൾ ഓഫ് വുമൺ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു വേർഷൻ. ഡ്യുവൽ റോളാണ് ഒരു സ്ത്രീക്കുള്ളത്. ഒരേ സമയം എൻ്റർപ്രണർ ആവുമ്പോൾ എൻ്റർപ്രണറുടെ കർത്തവ്യം ഫാമിലിയിലെ കാര്യങ്ങളും ചെയ്യണം. എന്നാൽ നേരെ മറിച്ച് പുരുഷന്മാർക്കാണെങ്കിൽ ഫാമിലിയിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ സ്ത്രീകളുണ്ട്. അവർക്ക് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് അല്ലെങ്കിൽ ഫുൾ എൻഗേജ്ഡ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? ലാക്ക് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ട്രെയിനിങ്. പുരുഷ ജനങ്ങളെ പോലെ സ്ത്രീകൾക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അഭിരുചികളും ട്രെയിനിങ്ങുകളും കുറവായിരിക്കും. ആബ്സെൻസ് ഓഫ് ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിറ്റ്. ഒരു പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഏൺ ചെയ്തിട്ട് വേണം കുടുംബം പുലരാം എന്നൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കും മെയിൻ ഇൻകം. എന്നാലോ സ്ത്രീകളുടെ ഇൻകം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ഇൻകം ആയിട്ടാണ് എപ്പോഴും വരുന്നത്. ചില വീടുകളിൽ സ്ത്രീകൾ നയിച്ചിട്ട് വീടുകൾ കഴിയുന്നവരൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി ഒരു സപ്പോർട്ടിങ് ഇൻകമാണ് എപ്പോഴും സ്ത്രീകളുടെ. അത് അവർക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഫുൾ ടൈം സ്ട്രഗിൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ലാക്ക് ഓഫ് ഫ്രീഡം ടു ചൂസ് എ ജോബ് അക്കോർഡിംഗ് ടു എബിലിറ്റി, ഇൻഫ്ലുവൻസ് ഓഫ് സെക്സ്, കസ്റ്റം എക്സെട്ര. അതായത് ഒരു സ്ത്രീക്ക് അവരുടെ കഴിവിനനുസരിച്ചിട്ടൊരു ജോലി തിരഞ്ഞെടുക്കാനുള്ള കഴിവ് കുറവായിരിക്കും. കാരണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തിലെങ്കിലും പണം ഇറക്കുന്നതിന് അത് അവൾക്ക് പുരുഷൻ്റെ സഹായം ആവശ്യമാണ്. അച്ഛൻ്റെയോ മകൻ്റെയോ സഹോദരൻ്റെയോ പണം ആവശ്യമാണ്, ഭർത്താവിൻ്റെയോ പണം ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് സെക്സ്. ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു കാര്യം, സ്ത്രീ എന്ന് പറയുമ്പോൾ അവളെ സംബന്ധിച്ച് ഒരു ദൂര സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകാനോ, കുറച്ച് രാത്രി ഇരുട്ടി വന്ന് വീട്ടിൽ കയറാനോ, രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട വെളിച്ചാവുന്നതിന് മുമ്പ് പുറത്തേക്ക് പോകാനോ, ദൂര സ്ഥലങ്ങളിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിനോ, റോ മെറ്റീരിയൽ അന്വേഷിച്ചോ മറ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അനുസരിച്ചോ ദൂര സ്ഥലങ്ങളിലേക്കോ ഒക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റിയുടെ കസ്റ്റം അനുസരിച്ച് സ്ത്രീ എന്നും വീടിനുള്ളിൽ കഴിയേണ്ടവരായിട്ടും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരായിട്ട് കൂടുതൽ ഇടപഴകുമ്പോഴോ, കുറച്ച് ലേറ്റായിട്ട് വീട്ടിൽ കയറി വരുമ്പോഴോ, ആ തൊട്ടടുത്ത വീടുകളോ ആ സമൂഹമോ ചിന്തിക്കുന്ന ചിന്താഗതികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? അപ്പോൾ അതിൻ്റെ വ്യത്യാസം. ഇനി അടുത്തത് ഫാമിലി ബർഡൻ ഡ്യൂ ടു ദ
fact that the male partners of many women working are in the Middle East country. ഇനി ഒരുവിധം ഒരു ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് പേരെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഭർത്താവിൻ്റെ ഒരു എന്താ പറയുക അവൈലബിലിറ്റി വീടുകളില്ലാതെ ആവുമ്പോൾ കുട്ടികളുടെ കാര്യമായാലും പ്രായമായവരുടെ കാര്യമായാലും എന്തിനെങ്കിലും ചില കാര്യങ്ങൾക്ക് സഹായമില്ലാതെ വരുമ്പോൾ ഈ സ്ത്രീ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും വീട്ടിൽ പോവുക. സാധനങ്ങൾ വാങ്ങിക്കാനായിക്കോട്ടെ, വീട്ടിലെ വല്ല ഫങ്ഷൻസ് ഉണ്ടാകുമ്പോഴായിക്കോട്ടെ, വീട്ടിലെ ഉത്തരവാദിത്തങ്ങളായിക്കോട്ടെ, മക്കളുടെ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, പ്രായമായവരെ ജോലിക്ക് പ്രായമായവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ആ സ്ത്രീ ചെയ്യണം. അപ്പോഴത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ. അത് മറ്റൊരു പ്രോബ്ലമാണ്. ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, സ്ത്രീകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ സമൂഹം കൊടുക്കുന്നില്ല. ഇനി അടുത്തത് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടെക്നിക്കൽ നോ. സ്ത്രീയുടെ കയ്യിലുള്ള പണം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറച്ച് ഗോൾഡ് ഉണ്ടാവും. ആ ഗോൾഡ് തന്നെ നമുക്ക് സ്വന്തം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരെ സഹായിക്കത്തിന് പൈസ മേടിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരുടെ അത്ര വലിയ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികപരമായിട്ട് അറിവുകളൊന്നും സ്ത്രീകൾക്കില്ല. ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, സ്ത്രീകൾക്ക് എല്ലാവരും ഒരേപോലെ വാഹനം ഓടിക്കാൻ കഴിവുള്ളവരോ അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ പോലെയുള്ള കഴിവുകളുള്ള സ്ത്രീകളായിരിക്കില്ല. റയറായിട്ടുള്ള കുറച്ച് പേര് മാത്രമേ എല്ലാത്തിലും ഏബിളായിട്ടുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഷോർട്ടേജ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ അധികാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പല വീടുകളിലും സ്ത്രീകൾക്ക് ആണോ പുരുഷന്മാർക്കാണോ കൂടുതൽ അധികാരം? സ്ത്രീകളെ എല്ലാ കാര്യങ്ങളിലും ഫുൾ ഒരു അച്ഛൻ്റെ എല്ലാ അധികാരങ്ങളും അമ്മയ്ക്ക് ഉണ്ടായിരിക്കുമോ? ചില വീടുകളിലെ സ്ത്രീകളായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്, എന്നാലും അവർ പുരുഷന്മാരുടെ കൺട്രോളിലായിരിക്കും. ലാക്ക് ഓഫ് സെക്യൂരിറ്റി, നമുക്ക് യാതൊരു സെക്യൂരിറ്റി ഇല്ല. ഒരു സ്ത്രീ എന്നുള്ള നിലയിലായാലും ഒരു സമൂഹത്തിൽ നമുക്ക് എന്ത് സെക്യൂരിറ്റി ഉണ്ട്? എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീ ഒരു സ്ത്രീ തന്നെയാണ്, അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ട്. ആബ്സെൻസ് ഓഫ് ഐഡിയൽ മാർക്കറ്റ് കണ്ടീഷൻ, നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ എപ്പോഴും നല്ല രീതിയിലല്ല. അങ്ങനെ ഉണ്ടാകുന്ന മാർക്കറ്റ് കണ്ടീഷനിൽ വരുന്ന നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ സഹിക്കാൻ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് സാധിച്ചു എന്ന് വരില്ല. കറപ്ഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായ രീതിയിലുള്ള കറപ്ഷൻസ്, അഴിമതികളൊക്കെ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സൂത്രങ്ങളില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ട്രിക്കുകളില്ലാത്തത് കൊണ്ട് തന്നെ അവർ പല സ്ഥലങ്ങളിലും പുരുഷന്മാരെ പോലെ ആവുന്നില്ല, പരാജയപ്പെടുന്നു. ഇനി ഒരുപാട് വാഹനങ്ങൾ ഓടിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു ആക്സിഡൻ്റൽ സിറ്റുവേഷൻ വരുമ്പോൾ പുരുഷന്മാർ ചെയ്യുന്നത് പോലുള്ള അഭ്യാസങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അവരൊരു നിമിഷം പതറുകയാണ് അവിടെ ചെയ്യുന്നത്, അല്ലേ? നിരുത്സാഹപ്പെടുത്തല്ല, സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് വരണം. എങ്കിലും ഇത്രയും പ്രശ്നങ്ങൾ സ്ത്രീകൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.